അങ്ങനെ ഉണ്ടാകില്ല എന്ന് തന്നെ കരുതണം. എന്നാലും സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് തുനിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയെ നിലയ്ക്ക് നിർത്താൻ റഷ്യ രംഗത്ത് വരും എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം ഈ സൗദി അറേബ്യയുമായിട്ട് റഷ്യക്ക് വലിയ രീതിയിലുള്ള സഹകരണമുണ്ട്. അത് ആയുധ കയറ്റുമതിയുടെ കാര്യം, അതേപോലെ ഊർജ്ജ മേഖലയിലെ സഹകരണം, നയതന്ത്രപരമായിട്ടുള്ള സഹകരണം, പിന്നെ ഇതൊന്നും പോരാതെ ഇതൊക്കെ നേരാവഴികൾ, അതായത് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി, നയതന്ത്ര ചാനലുകൾ വഴിയുള്ള സഹകരണമാണ്. ഇതൊന്നും പോരാതെ വേണമെങ്കിൽ പിൻവാതിലിലൂടെ സൗദിയെ നിലയ്ക്ക് നിർത്താൻ റഷ്യക്ക് കഴിയും എന്നുള്ളതാണ്. കാരണം ഈ ലോകക്രമത്തിൽ ഇന്ന് അമേരിക്ക എത്രയാണോ അതേപോലെ തന്നെ തന്ത്രപ്രധാന പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ. അപ്പോൾ റഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുസരിക്കുക എന്നല്ലാണ്ട് സൗദിക്ക് മറ്റു മാർഗങ്ങളില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. പിന്നെയും പല കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏതാണ്ട് 6 പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട്. അത് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന 60% ആയുധങ്ങളും റഷ്യൻ നിർമ്മിതമാണ്. അതായത് ആയുധങ്ങളെന്ന് പറയുന്ന വിമാനങ്ങളുണ്ട്, മിസൈലുകളുണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം റഷ്യൻ നിർമ്മിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുടെ ഉറച്ച പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കൊരു ആപത്ത് വന്നാൽ ഇന്ത്യയുടെ സഹായത്തിന് റഷ്യ എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൂടാതെ ഈ തെക്കൻ ഏഷ്യയിലും, അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ അമേരിക്ക ഒരു സാമ്രാജ്യത്വ രാജ്യമാണെങ്കിൽ റഷ്യയും ഒട്ടും മോശമൊന്നുമല്ല. അവരും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉറ്റ പങ്കാളിയെ നിയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ തെക്കൻ ഏഷ്യയിൽ റഷ്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയാണ് ഇന്ത്യ. ചൈന ഉണ്ട്, എന്നാലും ചൈനയേക്കാൾ റഷ്യക്ക് വിശ്വാസം ഇന്ത്യയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രക്ഷയ്ക്ക് റഷ്യ ഉണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആയുധങ്ങൾ, വിമാനം, വ്യോമ പ്രതിരോധ സംവിധാനം അടക്കമുള്ള ആയുധങ്ങൾ കൂടാതെ അതിൻ്റെ സ്പെയർ പാർട്സ് പോലും ഇന്ത്യ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി റഷ്യ മുന്നിട്ടിറങ്ങും എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു പ്രധാന സംഗതി, ഈ സൗദി അറേബ്യയും അതേപോലെ റഷ്യയും ഒപെക് കൂട്ടായ്മയുടെ ഭാഗമാണ്. അതായത് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഒരു യുദ്ധമുണ്ടായാൽ, ഇപ്പോൾ പാകിസ്ഥാനോട് സഖ്യം നിന്ന് ചേർന്ന പോലൊരു യുദ്ധം ഉണ്ടായാൽ അത് ഉറപ്പായിട്ടും ഈ ലോകത്തെ എണ്ണ വിതരണ ശൃംഖലയെ കാര്യമായി ബാധിക്കും. അപ്പോൾ എണ്ണ വിതരണ ശൃംഖലയെ കാര്യമായി ബാധിച്ചാൽ അത് നേരെ ബാധിക്കുക റഷ്യക്കായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം